കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്നലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ സന്ദേശം നമ്മൾ കേട്ടു. തോമസ് ഊട്ടി ബ്രദർ മുരിക്കാശ്ശേരിയിൽ നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട TV വ്യൂവേഴ്സ് മീറ്റിംഗ് ആണ് ഇന്നലെ നമ്മൾ കേട്ടത്. അതിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങൾ ഇന്ന് നമ്മൾ വീണ്ടും കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടു യേശു താൻ ഈ ലോകത്തിൽ വന്നത് പിതാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്താനാണ്. യേശു കർത്താവിൻ്റെ അടുക്കൽ അനേകർ വന്നു. അവരാരോടും താൻ ഒരു വാക്കും ചോദിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ശാസിക്കുകയോ കർത്താവ് ചെയ്തില്ല. എൻ്റെ യേശു അവരുടെ എല്ലാം ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ഭാരങ്ങൾ മനസ്സിലാക്കി അവരുടെ വിഷയങ്ങളിൽ എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്തു. അവൻ രോഗികളെ സൗഖ്യമാക്കി. സക്കായിയെ പോലുള്ളവർക്ക് അവൻ മാന്യത കൊടുത്തു. മരിച്ച ലാസറിനെ അവൻ ഉയർപ്പിച്ചു. അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ. അതുപോലെ വിശന്നു വന്നവരെ അവൻ വയറ് നിറച്ചയച്ചു. ഇതായിരുന്നു കർത്താവിൻ്റെ ഹിതം. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടാണോ കേൾക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയവുമില്ല. എന്ത് വിഷയവുമായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ചെറിയൊരു വേദന ആയിക്കോട്ടെ, അഥവാ കോടികളുടെ കടഭാരമായിക്കോട്ടെ, ചെറിയൊരു കടഭാരം, എന്തു കാര്യമാണെങ്കിലും എൻ്റെ കർത്താവ് വിടുവിക്കാൻ മതിയായവന്. നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇനി ദൈവത്തെക്കുറിച്ച് ആരെങ്കിലും എന്നോടും നിങ്ങളോടും വേണ്ടാത്തതൊക്കെ പറഞ്ഞാൽ കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിന്നെ കൊല്ലാനിരിക്കുകയാണ്, തിന്നാനിരിക്കുകയാണ്, ദൈവം നിന്റെ ഭവനത്തെ അടിക്കും ഉടയ്ക്കുമെന്നൊന്നും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ കേട്ട് പേടിക്കരുത്. ഏത് പ്രവാചകൻ പറഞ്ഞാലും പേടിക്കരുത്. ദൈവത്തെ കാണണോ, ക്രിസ്തുവിനെ കണ്ടാൽ മതി. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മളൊന്ന് ഓർത്ത് നോക്കണം. യഹൂദന്മാരുടെ അന്നത്തെ അവരുടെ മതപരമായ സെറ്റിങ്ങിൽ ഒരു കുഷ്ഠരോഗി അവൻ അശുദ്ധനാണ്. രക്തസ്രവമുള്ള ഒരാൾ അശുദ്ധയാണ്. അവരുടെ സെറിമോണിയൽ നിയമപ്രകാരം, അവരുടെ ആചാര മര്യാദ പ്രകാരം, അവരുടെ മതനിയമപ്രകാരം അവരെല്ലാം അശുദ്ധരാണ്. ആ ഒരു ചിന്താഗതി യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല. ശവത്തെ തൊട്ടാൽ അശുദ്ധർ, രക്തസ്രവം വന്നാൽ അശുദ്ധ, കുഷ്ഠരോഗി അശുദ്ധർ, അവരെ അശുദ്ധർ അശുദ്ധർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു ചിന്താഗതി യഹൂദന്മാരുടെ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിലനിന്നപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ ആയി കാണരുതെന്ന് ഒരിക്കൽ പത്രോസിന് ഒരു ദർശനത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത കർത്താവിനെ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിപ്പാൻ എനിക്ക് സന്തോഷമുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യഹൂദനെ സംബന്ധിച്ച് കുഷ്ഠരോഗിയും രക്തസ്രവമുള്ളവളും ശവത്തെ തൊട്ടവനും മാത്രമല്ല അശുദ്ധൻ. യഹൂദനെ സംബന്ധിച്ച് ഒരു ശമര്യൻ അശുദ്ധനാണ്. ഒരു ശമര്യക്കാരനായ അന്യജാതി കീഴ്ജാതിക്കാരൻ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അത് വാങ്ങി അവർ കുടിക്കില്ല. അവർ തമ്മിൽ അയിത്തമുണ്ടായിരുന്നു, തീണ്ടലും തൊടിലും ഉണ്ടായിരുന്നു. ചില വർണ്ണങ്ങളിലുള്ളവർ, ചില വർഗങ്ങളിലുള്ളവരെ അശുദ്ധരായി കണ്ടപ്പോൾ പത്രോസ് സ്വയം, ഞാൻ ഏതോ വലിയ ആളാണ്, ഞാൻ ദൈവത്തിൻ്റെ ആളാണ്, ഞാൻ യഹൂദനാണ്, ഞാൻ ന്യായപ്രമാണം കിട്ടിയവനാണ് എന്ന് താൻ അഭിമാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ, അപ്പോസ്തലനായ ശേഷവും യേശുവിനെ അറിഞ്ഞ ശേഷം
ശേഷവും പഴയ ചിന്താഗതികൾ വിട്ടില്ല. പഴയ ചിന്താഗതികൾ വിടാത്ത ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, യേശുവിനെ അറിഞ്ഞൊരു വ്യക്തിക്ക് അശുദ്ധനായിട്ട് ആരുമില്ല, മലിനനായിട്ട് ആരുമില്ല, ദൈവം മാറ്റി നിർത്തിയിരിക്കുന്ന ആരുമില്ല. കരങ്ങൾ തട്ടി വായ് തുറന്ന് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു എന്ന സൂര്യൻ അകത്ത് പ്രകാശിക്കുന്ന വ്യക്തി എവിടെയാണ് അശുദ്ധി എന്ന് പറഞ്ഞ് പേടിക്കുന്നത്? വെളിച്ചം ഇരുട്ടിനെ പേടിക്കാറില്ല. സൂര്യൻ ഇരുട്ട് കണ്ടുകൊണ്ട് മാറുകയില്ല, പക്ഷെ സൂര്യനെ കണ്ടുകൊണ്ട് ഇരുട്ട് മാറിപ്പോകുമല്ലോ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ പ്രസംഗിക്കുന്ന യേശു 2000 വർഷം മുമ്പ് ഇവിടെ വന്ന് മറഞ്ഞവനല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും ഇറങ്ങി വരുന്നവൻ. വചനം ജഡമായവൻ ഇന്ന് ജഡത്തിലല്ല, അവൻ ആത്മാവിലാണെങ്കിലും ഇന്നും വചനമായിട്ട് വീണ്ടും അവൻ ഇറങ്ങി വരുന്നു. വചനമായിരുന്നവൻ ജഡമായി, വീണ്ടും അവൻ വചനമായി നിന്നെ തൊടുവാൻ ഇറങ്ങി വന്നു. തന്റെ വചനം അയച്ചവൻ സൗഖ്യമാക്കുന്നു. നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി എന്റെ വചനം പറയണം, ആ വചനം അവരെ സൗഖ്യമാക്കും. ഇന്ന് പകൽ കണ്ണുകൾ തുറക്കും, കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും. ആർപ്പോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്നെ സൗഖ്യമാക്കുന്നത് ഹിതമാണോ കർത്താവേ? എന്നെ പോലെ ഒരാൾക്ക് വിടുതലുണ്ടോ? എന്നെ ദൈവം പോലും മറന്നെന്നാ എൻ്റെ കരുതൽ. യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഹിതമുണ്ട്. ദൈവഹിതം ഇവിടെ വെളിപ്പെടുത്തിയത് ക്രിസ്തുവാണ്. നിങ്ങൾക്ക് വിടുതലില്ല, നിങ്ങളുടെ അപ്പൻ ചെയ്തിട്ടാ അമ്മ ചെയ്തിട്ടാന്നൊക്കെ ആരിലും എന്തെങ്കിലും ദൂത് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ സത്യം ഞാൻ വെളിപ്പെടുത്താം. നിന്റെ വിടുതൽ ദൈവഹിതമാണ്. ഏത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഏത് പ്രസംഗകൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, ദൈവം നിന്നെ തള്ളിയിട്ടില്ല. തള്ളിയിരുന്നെങ്കിൽ നീ ഇവിടെ വരില്ല, തള്ളിയിരുന്നെങ്കിൽ ഈ സന്ദേശം ടിവിയിലൂടെ കേൾക്കത്തില്ല. നിന്റെ വിടുതലുമായി ഇന്ന് പകൽ കടന്നുപോയാട്ടെ. നിനക്കും അനുഗ്രഹമുണ്ട്, നിനക്കും വിടുതലുണ്ട്, നിനക്കും പ്രത്യാശയുണ്ട്, നിനക്കും ഒരു ഭാവിയുണ്ട്. നിനക്കും ഈ ലോകത്ത് വെച്ച് തന്നെ ജയകരമായ ഒരു ജീവിതം ഉണ്ട്. യേശു ആ ദൈവത്തെ വെളിപ്പെടുത്തും. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ ദൈവത്തെക്കുറിച്ച് അറിയാൻ 100,000 പേരുടെ അഭിപ്രായം കേൾക്കരുത്. ഒരു പ്രവാചകന്റെയും കുത്തകയല്ലത്, ഒരു പാസ്റ്ററുടെയും കുത്തകയല്ലത്, ഒരു പ്രസംഗകന്റെയും കുത്തകയല്ലത്. അത് വെളിപ്പെടുത്തിയ ഒരേ ഒരുവൻ മാത്രം, അത് യേശു മാത്രം. നിന്റെ വേദന കണ്ട് സന്തോഷിക്കല്ല, മറിച്ച് വേദന കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഒരു മുത്തം തന്നിട്ട് വിടുവിക്കുന്ന ഒരു നല്ല പിതാവ് ഇവിടെ ഉള്ളതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, നമ്മളെ കുറ്റം വിധിച്ച സാത്താനെയും നമ്മളെ കുറ്റം ചുമത്തുന്ന ന്യായപ്രമാണത്തെ ഇടയിൽ നിന്ന് നീക്കിയിട്ട് സാത്താന്റെ മേൽ ജയമെടുത്തിട്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് നമുക്കെതിരെ ന്യായപ്രമാണ നിമിത്തം എഴുതപ്പെട്ട കുറ്റങ്ങളുടെ പട്ടിക മുഴുവൻ തന്റെ രക്തം കൊണ്ട് മായ്ച്ച് നമ്മളെ വിടുവിക്കുന്ന നല്ല കർത്താവിനെ ആർപ്പോടെ സ്തുതിച്ചാട്ടെ. എന്റെയും നിങ്ങളുടെയും തെറ്റുകളുടെ പട്ടിക, ന്യായപ്രമാണത്തെ ലംഘിച്ചതിന്റെ പട്ടിക, 1-ാം കൽപ്പന ലംഘിച്ചു, 2-ാം കൽപ്പന ലംഘിച്ചു, 5-ാം കൽപ്പന ലംഘിച്ചു എന്നെഴുതി വെച്ച ലംഘനങ്ങളുടെ പട്ടിക യേശു എന്ത് ചെയ്തെന്നറിയാമോ? നമ്മുടെയും ദൈവത്തിന്റെ നടുവിൽ നിന്ന് മാറ്റി തന്റെ തെറ്റുകളായി ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി എന്റെയും നിങ്ങളുടെയും ദൈവത്തിന്റെ സന്നിധിയിലെ സ്മരണയുടെ പുസ്തകത്തിലെ മുഴുവൻ തെറ്റുകളും തന്റെ രക്തത്താൽ മായ്ച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്മേലും ദൈവസന്നിധിയിൽ പിന്നെ പാപത്തിന്റെ ലിസ്റ്റ് ഒന്നുമില്ല. എത്ര പേരിന്ന് വിശ്വസിക്കുന്നു? ആ വിശ്വസിക്കുന്നവർക്ക് ധൈര്യത്തോടെ സാത്താനോട് എതിർത്ത് നിൽക്കാം. ആ വിശ്വസിക്കുന്നവർക്ക് ധൈര്യത്തോടെ ന്യായപ്രമാണത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കാം. ആ വിശ്വസിക്കുന്നവർക്ക് ധൈര്യത്തോടെ പിതാവിന്റെ സന്നിധിയിൽ കടന്നു വരാം. ആ വിശ്വസിക്കുന്നവർക്ക് ധൈര്യത്തോടെ മനുഷ്യരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാം. അതാണ് യേശു. അതാണ് യേശു. യേശു വന്നത് പിതാവിന്റെ സ്നേഹം വെളിപ്പെടുത്താന്. നിന്നെ ആരും മുതലെടുക്കുന്നത് പിതാവിന് ഇഷ്ടമില്ല. നമ്മുടെ അജ്ഞത മുതലെടുക്കുന്ന സാത്താൻ, നമ്മുടെ അജ്ഞത മുതലെടുക്കുന്ന പിശാച്, നിന്റെ പിതാക്കന്മാർ ചെയ്തതാ, നീ ചെയ്തതാ എന്ന് പറഞ്ഞ് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ക്രിസ്തു കാൽവറിയിൽ ചെയ്തത് അറിഞ്ഞാൽ നമുക്ക് വിജയമാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ രക്തത്തിൽ കൂടെ നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണമെന്നാണ് അവരാഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്.
എന്നാൽ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അറിയാത്ത നിരവധി പേർ ഇന്നും കാടുകളിൽ, ഉൾക്കാടുകളിൽ, അരുണാചൽ പോലുള്ള സ്ഥലങ്ങളിൽ കിടപ്പുണ്ട്. അവർക്കറിയില്ല അവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന്. അവർക്കറിയില്ല അവർക്ക് വേണ്ടി ആരോ പടവെട്ടിയെന്ന്. അവർക്കറിയില്ല അവർക്ക് വേണ്ടി ആരോ രക്തം കൊടുക്കുന്നു. അവർക്കറിയില്ല അവർക്കും സ്കൂളിൽ പഠിക്കാമെന്ന്. അവർക്കറിയില്ല അവരും ഇന്ത്യൻ പൗരന്മാരാണെന്ന്. ആ അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് അവർ തിന്മ അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ നീ അറിയണം, നിനക്ക് വേണ്ടി ഇനി യെരൂശലേമിലേക്ക് ആരും പോകണ്ട. നിനക്ക് വേണ്ടി ഇനി യെരൂശലേമിൽ ആരും കാളയെ അർപ്പിക്കണ്ട, ആരും നേർച്ച നേരണ്ട, കാഴ്ച അർപ്പിക്കണ്ട. നിനക്ക് വേണ്ടി ഇനി ഒരു യാഗവും കഴിക്കണ്ട. ഒരിക്കലായി എന്നേക്കും വേണ്ടി യേശു സ്വന്തം രക്തം നിനക്ക് വേണ്ടി യാഗമർപ്പിച്ചു. യേശു പറഞ്ഞ വാക്ക് ഞാൻ എടുത്തു പറയട്ടെ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്തുമാത്രം ചെയ്യുക? വിശ്വസിക്കാന്ന് പറഞ്ഞാൽ യേശു എനിക്ക് വേണ്ടി ചെയ്തു, ഈ യേശുവിനെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിച്ചാൽ മതി. സാത്താന്റെ പിടിപൊട്ടും. ഇന്ന് പകൽ ബന്ധനങ്ങൾ അഴിയും. ഒരു വീട്ടിൽ ഒരു വ്യക്തി ഇങ്ങനെ വിശ്വസിച്ച് കർത്താവിൽ ഉറച്ചാൽ, നമ്മൾ വിശ്വസിക്കേണ്ടത് എൻ്റെ പ്രാർത്ഥന ഒത്തോന്നാ പലരും വിശ്വസിക്കുന്നു. അയ്യോ, എൻ്റെ പ്രാർത്ഥന ശരിയായോ, എൻ്റെ ഉപവാസം ശരിയായോ? അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് അതിലല്ല ആശ്രയിക്കേണ്ടത്. അവന് നിന്നോടുള്ള കരുണ മാറുമോ എന്ന് മാത്രം ഓർത്താൽ മതി. പറഞ്ഞാട്ടെ, അവന് നിന്നോടുള്ള കരുണ മാറത്തില്ല. പറഞ്ഞാട്ടെ, പർവ്വതം മാറിയാലും, പറ, കുന്നുകൾ മാറിപ്പോയാലും അവന് നിന്നോടുള്ള ദയ മാറിപ്പോകത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു വീട്ടിലെ കുഞ്ഞ് അവൻ അപ്പന്റെ മുമ്പിൽ എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോൾ, ഈ കുഞ്ഞ് അപ്പന് വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല തൻ്റെ ബലം, മറിച്ച് അപ്പന് തന്നോടുള്ള സ്നേഹം ആ കുഞ്ഞ് മുതലെടുക്കുന്നു. അങ്ങനെ നമ്മളാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, നിന്റെ കർമ്മങ്ങളല്ല നിന്റെ ബലം. കൈകൊടുത്ത് പറഞ്ഞാട്ടെ. അവൻ നിനക്ക് വേണ്ടി ചെയ്ത കർമ്മമാണ് നിന്റെ ബലം. എൻ്റെ പ്രാർത്ഥനയൊത്തോ, എൻ്റെ ഉപവാസമൊത്തോ, എൻ്റെ നേർച്ചയൊത്തോ, എൻ്റെ വഴിപാടൊത്തോ, എൻ്റെ തീർത്ഥാടനമൊത്തോ, ഞാൻ സഭയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊത്തോ, എൻ്റെ പ്രസംഗം ശരിയായോ, എൻ്റെ പ്രാർത്ഥനയുടെ നീളം കൊള്ളാമോ, ഇതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും He still loves you. യേശുവിനെ കണ്ട മാത്രയിൽ സക്കായി എന്ന ദ്രവ്യാഗ്രഹി, മനുഷ്യനെ കബളിപ്പിച്ച വ്യക്തി, ഒരൊറ്റ നിമിഷം കൊണ്ട് മനസ്സിനെ സഹായിക്കുന്ന വ്യക്തിയായി മാറി. ഈ യേശുവിനെ കണ്ട മാത്രയിൽ ദ്രവ്യാഗ്രഹികൾ മാറുക മാത്രമല്ല, കുലപാതകികൾ, ഒരു കള്ളൻ ഈ യേശുവിൻ്റെ സ്നേഹം കുരിശിൽ കിടന്ന് കണ്ടപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് അവന് മാനസാന്തരമുണ്ടായി. ഇതുപോലെ രക്ഷകൻ വേറെ ആരുണ്ട്? ഈ യേശുവിനെ കണ്ട മാത്രയിൽ മദ്യപാനികൾ മാറ്റപ്പെട്ടു. ഈ യേശുവിനെ കണ്ട മാത്രയിൽ, യേശുവിൻ്റെ സ്നേഹം കണ്ട മാത്രയിൽ ആ വ്യഭിചാരിണിയായ സ്ത്രീ അന്നുകൊണ്ടൊരു പുതിയ വ്യക്തിയായിട്ട് മാറി. പട്ടണത്തിലെ ഏറ്റവും വലിയ പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ തൈലമൊഴിച്ച് ആ യേശുവിൻ്റെ അടുക്കൽ വന്നു. നമ്മൾ വായിക്കുന്നു, പിന്നീട് അവൾ ഒരു നല്ല സുവിശേഷകയായി മാറി. ശമരിയക്കാരി എന്ന് പറയുന്ന 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന സ്ത്രീ ഇപ്പോൾ ഭർത്താവല്ലാത്ത ഒരുവന്റെ കൂടെ ജീവിക്കുന്ന സാൻമാർഗീയ ജീവിതം നയിച്ച സ്ത്രീ യേശുവിനെ കണറയിൽ വെച്ച് 5-10 മിനിറ്റ് സംസാരിച്ചപ്പോൾ, ആ സൂര്യകിരണം, സ്നേഹകിരണം കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ഇനി എനിക്ക് പഴയ ജീവിതം വേണ്ട. അവൾ ഓടിപ്പോയി പട്ടണത്തിലെല്ലാം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവളായി മാറിയെങ്കിൽ ഇന്ന് പകൽ എനിക്ക് മതം പറയാനല്ല ഞാനോട് വന്ന മാനവജാതിയെ രക്ഷയിലേക്ക് മടത്തി വരുത്തുന്ന മനുഷ്യന്റെ പൂർണ്ണതയിൽ മനുഷ്യനെ മനുഷ്യനാക്കാനാ യേശു വന്ന്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശു വന്നത് രണ്ട് കാര്യത്തിന്. ഒന്ന്, മനുഷ്യന്റെ തെറ്റിദ്ധാരണ മാറ്റണം. ദൈവം ആരാണ്? ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ. ദൈവം ശിക്ഷിക്കുന്നവന്, നിനക്ക് ഓരോ തെറ്റിനും ശിക്ഷ. അതെ, ദൈവം ശിക്ഷിക്കുന്നവനാണ്. ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവം പാപത്തെ ശിക്ഷിച്ചേ ഒക്കത്തുള്ളൂ. പക്ഷേ സ്നേഹവാനായ അപ്പനും കൂടായ ദൈവം, ആ നീതിമാനായ ജഡ്ജി സ്നേഹവാനായ അപ്പനുമാണെന്ന് മറക്കരുത്. കൈകൊടുത്ത് പറഞ്ഞാട്ടെ, നീതിമാനായ ജഡ്ജി തന്നെയാണ്. ദൈവത്തിന് ഒരിക്കലും പാപത്തെ വെറുതെ വിടാൻ ഒക്കത്തില്ല. അവൻ നീതിമാനാണെങ്കിൽ പാപത്തെ ശിക്ഷിച്ചേ ഒക്കത്തുള്ളൂ. പക്ഷേ ആ പാപത്തിൻ്റെ ശിക്ഷ അവൻ സ്വയം ഏറ്റെടുത്തു. എൻ്റെ നിങ്ങളുടെയും കൈകൾ പാപത്തിന് ബന്ധപ്പെട്ടതിന് അവൻ്റെ കൈകളിൽ, നിഷ്കളങ്ക കൈകൾ ആണിയടിച്ചു. എൻ്റെയും നിൻ്റെയും മനസ്സുകൊണ്ട് ചിന്തിച്ച വേണ്ടാത്തതിനായി അവൻ്റെ തലയിൽ മുൾക്കിരീടം ചൂടി. എൻ്റെയും നിൻ്റെയും കാലുകൾ രക്തപാതകത്തിന് ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ തിരുക്കാലുകളിൽ ആണിയടിച്ചു. ഞാനും നിങ്ങളും മാനവജാതിയുടെ പാപത്തിൻ്റെ ഫലമായി പേറിയ ശാപവും രോഗവും മാറുവാൻ അവൻ്റെ പുറം ഉഴവുചാല് പോലെ അവർ കീറി ആഞ്ഞടിച്ചു, തലങ്ങും വിലങ്ങും അടിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു.
അവൻ ശാപമാക്കപ്പെട്ടു, എനിക്ക് നിങ്ങൾക്കും അനുഗ്രഹം. അവൻ പാപമാക്കപ്പെട്ടു, നാം നീതിമാന്മാരെന്ന് വിളിക്കപ്പെടുക. ഇന്ന് പകൽ ഈ യേശുവിനായി എത്ര പേർ പറയും, കർത്താവേ നീ അല്ലാതെ എനിക്ക് ആരുമില്ല. ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി മാത്രം. എത്ര പേർ പറയും നിന്നെ വെറുതെ വിടുകയാണ്. ഇനി സാത്താൻ നിന്റെ മേൽ വിരൽ ചൂണ്ടാൻ അവൻ സമ്മതിക്കത്തില്ല. യേശു വന്നത് ഒന്നാമതായി ദൈവത്തെ വെളിപ്പെടുത്താൻ, യേശു വന്നത് രണ്ടാമതായി മനുഷ്യനെ മനുഷ്യനാക്കാൻ. മതത്തിന്റെ വേഷം കെട്ടിക്കാനല്ല വന്നത്, മനുഷ്യനെ മനുഷ്യനാക്കാൻ, ഒരു ഭർത്താവിനെ നല്ല ഭർത്താവാക്കാൻ. ആമേൻ, ആമേൻ. ഒരു ക്രിമിനലിനെ നല്ല പൗരനാക്കാൻ. അങ്ങനെ ഒന്നും രണ്ടും കഥകളല്ല, ആയിരക്കണക്കിന് കഥകൾ സ്വർഗീയവിരുന്നിൽ മാത്രം എനിക്കറിയാം. യേശുവിനെ അറിഞ്ഞ ക്രിമിനലുകൾ, രാജ്യദ്രോഹം ചെയ്തുകൊണ്ടിരുന്നവർ, അവരെന്തായി മാറിയെന്നറിയാമോ? വേറെ ആരും വേണ്ടല്ലോ. ഇവിടെ കട്ടപ്പന ഹെവൻലി ഫീസ്റ്റിൽ ശുശ്രൂഷിക്കുന്ന ലാൽജി ബ്രദർ, കോട്ടയത്തെ ക്രിമിനൽ ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന ബ്രദർ ലാൽജി, എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കേണ്ടിരുന്ന ലാൽജി അല്ലേ? അതെ, എല്ലാ ദിവസവും മുട്ട നിൽക്കണമായിരുന്നു സ്റ്റേഷനിൽ പോയി. 27 ക്രിമിനൽ കേസുകൾ എൻ്റെ പേരിലുണ്ടായിരുന്നു. ഇതുപോലെ ഒറ്റ മീറ്റിങ്ങിൽ യേശുവിൻ്റെ സ്നേഹം ഈ മകനെ തൊട്ടു. 10ാം ക്ലാസ്സിലെ പരീക്ഷ, SSLC പരീക്ഷ കൈവലങ്ങിട്ട് പോലീസിനെ നിർത്തി എഴുതിയാണ് അല്ലേ? അതെ, ആദ്യത്തെ കേസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ജയിലിൽ പോയി. പോലീസ് അകമ്പടിയോട് നിന്നാണ് ആദ്യ പരീക്ഷ എഴുതുന്നത്. ആളുന്ന ലോകരാജ്യങ്ങളിൽ ഈ കൈകൾ, ഈ വിലങ്ങഴിച്ച സുവിശേഷകനാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ലോകത്തിൽ അങ്ങ് ഇങ്ങോളം ഉപയോഗിക്കുന്ന യേശുവിനെ പറയാനാണ് നമ്മളിവിടെ വന്നത്. മതം പ്രചരിപ്പിക്കാനല്ല, മതം മാറ്റാനല്ല, ഹൃദയങ്ങളെ മാറ്റി മനുഷ്യനെ മനുഷ്യനാക്കുന്നു. അദ്ദേഹം എന്നൊരു നല്ല പൗരനാണ്. കുറെ പേരെ ക്രിസ്തു മതത്തിന്റെ വേഷം കെട്ടിക്കാനല്ല യേശു വന്നത്. ഒരു ഹല്ലേലൂയ സംസ്കാരം തരാനല്ല യേശു വന്നത്, മനുഷ്യനെ മനുഷ്യനാക്കാൻ. ഈ മനുഷ്യനെ നല്ലൊരു ഭർത്താവാക്കി, ഈ മനുഷ്യനെ നല്ലൊരു മകനാക്കി, ഈ മനുഷ്യനെ നല്ലൊരു സഹോദരനാക്കി, ഈ മനുഷ്യനെ നല്ലൊരു ഇന്ത്യൻ പൗരനാക്കി. യേശു വെളിപ്പെടുത്തിയത് മനുഷ്യത്വം, യേശു വെളിപ്പെടുത്തിയത് ദൈവത്വം, സ്നേഹം നിറഞ്ഞ ദൈവത്വം, മറ്റുള്ളവർക്കും പ്രയോജനമുള്ളൊരു മനുഷ്യത്വം, സ്വാർത്ഥതയില്ലാത്ത, ജീവൻ മുഴുവൻ തനിക്ക് വേണ്ടി മാത്രം ജീവിച്ച, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു ജീവിതമായി നടന്ന വ്യക്തി എല്ലാവർക്കും പ്രയോജനമുള്ള ഒരുവനാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഫിലമോന്റെ ലേഖനത്തിൽ ഒരു ക്രിമിനലായി പോയ, ഒരു കള്ളനായി പോയ ഒരടിമയെ രൂപാന്തരത്തിലേക്ക് നടത്തിയ പൗലോസ് ആ ഉടമയ്ക്ക് എഴുതുകയാണ്, ഇനി നീ ഇവനെ കാണേണ്ടത് സ്വന്തം സഹോദരനായിട്ടാണ്. ഇവൻ മുൻപേ ആർക്കും പ്രയോജനമുള്ള ഇല്ലാത്തവനായിരുന്നു, ഇപ്പോൾ അവൻ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനായി മാറി. ഏത് വീട്ടിൽ നിന്ന് കട്ടെടുത്ത കള്ള മുതലുമായിട്ട് ഓടിയോ അതേ യജമാനന് വീണ്ടും പ്രയോജനമുള്ളവനാക്കി മാറ്റി. കൈകൊടുത്ത് പറഞ്ഞാട്ട് നിന്നെ മനുഷ്യർക്ക് പ്രയോജനമുള്ളൊരു വ്യക്തിയാക്കും. നാട്ടുകാർ നിന്നെക്കുറിച്ച് അറുത്ത കൈക്കുപ്പിടാത്തവൻ നീ പറയില്ല. നാട്ടുകാർ നിന്നെക്കുറിച്ച് ഒരു തൻകാര്യക്കാരെന്ന് പറയില്ല, മറിച്ച് നീ എല്ലാവർക്കും ഒരു അനുഗ്രഹമാണെന്ന് പറയും. ഓ സഹോദരി, നിന്റെ ഭർത്താവിന് നീ ഒരു അനുഗ്രഹമാവും. സഹോദര, യേശുവിനെ സ്വീകരിച്ചാൽ നിന്റെ ഭാര്യയ്ക്ക് നീ ഒരു നല്ല ഭർത്താവായിരിക്കും. എൻ്റെ ബ്രദറെ, നീ കർത്താവിനെ സ്വീകരിച്ചാൽ നിന്റെ മക്കൾ നീ ആകുന്ന പപ്പായെ കുറിച്ച് അഭിമാനിക്കും. ഒരമ്മയെ നല്ല അമ്മയാക്കാൻ, ഒരപ്പനെ നല്ല അപ്പനാക്കാൻ. ആമേൻ. യേശു വന്നാൽ ഒരപ്പൻ നല്ല അപ്പനായിട്ട് മാറും, ഒരമ്മ നല്ല അമ്മയായിട്ട് മാറും. അവൻ റിയൽ ഹ്യൂമാനിറ്റി വെളിപ്പെടുത്തി ഒരു പുതിയ മനുഷ്യത്വം സൃഷ്ടിച്ചു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതിയതായി. ഒരു മതത്തിന്റെ വേഷം കെട്ടിക്കാനല്ല ക്രിസ്തു വന്നത്, ഞാനിവിടെ വന്നത് നിന്നെ ഒരു റിയൽ മാനാക്കാൻ. യഥാർത്ഥ മനുഷ്യത്വത്തിനകത്ത് ദൈവത്വമുണ്ട്. ആ ദൈവികത്വമുള്ളൊരു മനുഷ്യനാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ എത്ര പേർ പറയും, ഈ വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവം എങ്ങനെയാണെന്ന് അറിയണമോ? യേശുവിനെ നോക്കിയാട്ട്. ദൈവത്തിന് രോഗിയോടുള്ള മനോഭാവം അറിയണോ? യേശുവിനെ നോക്കിയാട്ട്. ദൈവത്തിന് ക്രിമിനലിനോടുള്ള മനോഭാവം അറിയണോ? യേശുവിനെ നോക്കിയാട്ട്. അത് കരുണയുടേതാണ്, സ്നേഹത്തിൻ്റെതാണ്, ക്ഷമയുടേതാണ്. ഞാൻ എന്തായി തീരണമെന്ന് ആർക്കെങ്കിലും അറിയണോ?
യേശുവിനെ നോക്കിയാട്ടെ. അങ്ങനെ ആയാൽ മതി, അങ്ങനെ ആയാൽ മതി. എനിക്ക് അങ്ങനെ പോലാണോ ഇങ്ങനെ പോലാണോ? നോ, അവനാണ് നമ്മുടെ മാതൃക. സിസ്റ്ററെ, 2008 ഈ സിസ്റ്ററിൻ്റെ കഴുത്തിലെ അസ്ഥിക്ക് ഒരു തേയ്മാനം ഉണ്ടായിട്ട് സിസ്റ്റർ പറയുന്ന ഒരു ചെറിയ കുറ്റി പോലെയുള്ളൂ, ബാക്കി എല്ലാം ദ്രവിച്ച അവസ്ഥയായിരുന്നു ആണെന്ന് ഡോക്ടർ വല്ലതും പറഞ്ഞു? അതെ അതെ, ഡോക്ടർ പറഞ്ഞു. ചികിത്സയിലാണ്, കോളർ ഇട്ടിരിക്കുകയായിരുന്നു. എവിടെ ചികിത്സയിലാണ്? മെഡിക്കൽ കോളേജ് കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അസ്ഥി തേഞ്ഞിട്ട് ചികിത്സയിലാണ്. കുറ്റിപ്പല്ല് പോലെ തന്നെ നിൽക്കുക വട്ട് കഴുത്തിന്റെ എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ആ സ്കാൻ ചെയ്ത എല്ലാ റിപ്പോർട്ടിലും ഉണ്ട്. ഇത് കാണാം, ഇത് കാണാം, എക്സ്റേയിലൊക്കെ നന്നായിട്ട് കാണാം. തല തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? തല തിരിക്കാൻ വിഷമമായിരുന്നു. മേളിലോട്ട് നോക്കത്തില്ല, കുനിയത്തില്ല, ഒരു പണികളൊന്നും ചെയ്യത്തില്ലായിരുന്നു, കൈകൊട്ടി പാട്ടുപാടി പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. 2008 തുടങ്ങിയതാ. കുറച്ച് നാൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം വീണ്ടും തുടങ്ങി. ഇന്ന് പ്രാർത്ഥിച്ചപ്പം ആദ്യം ഒരു പ്രകാശം എൻ്റെ മേത്ത് ഇങ്ങനെ വരുന്നത് പോലെ എനിക്ക് ശരിക്കും അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അസ്ഥി ഇങ്ങനെ ഒടിയുന്നതായിട്ട്, കർത്താവ് ഒടിച്ചു നേരെയാക്കുന്ന പോലെ ഉള്ള ഒരു അനുഭവം. അങ്ങനെ ഞാൻ ശബ്ദം കേട്ടു. അസ്ഥി ഇങ്ങനെ എല്ലാം ഒടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഇങ്ങനെ നോക്കത്തില്ലായിരുന്നു എൻ്റെ കർത്താവ്. ഞങ്ങൾ തന്നെ ഇങ്ങനെ വെച്ചാൽ കഴുത്തൊടിഞ്ഞു പോകും. ഒരു കുഴപ്പമില്ല. ആമേൻ, സ്തോത്രം. ഒരു കുഴപ്പമില്ലേ? ഇല്ല, ഇപ്പൊ ഒരു കുഴപ്പമില്ല. യേശു ചെയ്ത അത്ഭുതത്തിനായി സിസ്റ്റർ പറഞ്ഞ ഒരു നീല വെളിച്ചം അടുത്തോട്ട് വരുന്നു. ആദ്യം നീല വെളിച്ചം ഇങ്ങനെ എന്നയിലേക്ക് പ്രകാശം അടിക്കുന്നു. വിലവനെ നീ പോയി പ്രാർത്ഥിക്ക. അവിടെ പോകാൻ പറഞ്ഞ എൻ്റെ ഭർത്താവ് വിട്ടതാണ്. TV കണ്ടു വന്നത്. ഞാൻ TV ഒന്നും പ്രോഗ്രാം കാണുന്നേ, ബാക്കി കാര്യമുള്ളൂ. ഭർത്താവ് പറഞ്ഞോ ഇന്ന് പോയി സൗഖ്യം അയച്ചു വരാൻ പറഞ്ഞോ? പോയി കേൾക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഈ സിസ്റ്ററിന്റെ കഴുത്തിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അസ്ഥിയുടെ തേയ്മാനമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്തായിരുന്നു നമ്മുടെ പ്രശ്നം? ഇപ്പോൾ വേദനയാണ്, ചെറിയ വേദനയാണ് ഫസ്റ്റ് വന്നത്. അത് വന്നപ്പം എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പറഞ്ഞു തേയ്മാനത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു. തിരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഒരാഴ്ച 2 മാസത്തോളം ആയി. അപ്പോൾ ഇത്ര ഇങ്ങനെ വരത്തുള്ളായിരുന്നു. ഇപ്പം പ്രാർത്ഥിക്കാൻ ഈ വേദന എടുത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കൈവച്ചപ്പോൾ പെട്ടെന്നൊരു ഇങ്ങനെ ടക്കുന്ന സൗണ്ട് കേട്ടു. കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു. അതുവരെ തിരിക്കത്തില്ലായിരുന്നു എനിക്ക്. രണ്ടാമത്തെ ആള് സൗണ്ട് കേട്ടു, പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു. സിസ്റ്റർ പറഞ്ഞ അവിടെ ഒരാളുണ്ടോന്ന് ഈ ടിക്കെന്ന് ഒച്ച കേട്ടിട്ട് ആളുണ്ടോ തിരിഞ്ഞു നോക്കിയപ്പോൾ ആളും ഇല്ല, പെടലി ഈസി ആയിട്ട് തിരിഞ്ഞു. പെട്ടെന്ന് സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. കാരണം അതെനിക്ക് അത്രയ്ക്ക് വിശ്വാസമായി പോയി എൻ്റെ ജീവിതത്തിൽ. കാരണം ഡോക്ടർമാർ വരെയും പറഞ്ഞു തേയ്മാനത്തിൽ കൊണ്ടുപോകാതെ അങ്ങനെ വേദനയായിരുന്നു എനിക്ക് ആ സമയത്ത്. അതുപോലെ ഇതിനോട് സംബന്ധിച്ച് തലവേദന എനിക്ക് ചെറുപ്പം മുതലുണ്ടായിരുന്നു. അപ്പോൾ ഈ മുഖം ഇങ്ങനെ വീർത്ത് വരുമായിരുന്നു. ആ സമയത്ത് ഡോക്ടർമാരോട് പറയുമ്പോൾ ഒരു ഞരമ്പിൻ്റെ കംപ്ലൈൻറ്റ്, ആ രക്തോട്ടക്കുറവാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിനും ഇപ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ പോയി മരുന്നും മേടിച്ച് കണ്ണട ചെറുപ്പം പോലെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഇപ്പം രോഗമുള്ളടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ സമയത്ത് കൈവച്ചപ്പോൾ പെട്ടെന്ന് ഇതിലെ വഴി ഇങ്ങനെ ഒരു പിരിപ്പങ്ങ് കയറിയ സമയത്ത് എൻ്റെ ശരീരം വേർത്തങ്ങോട്ട് ഒഴുകി. അപ്പം തന്നെ എനിക്ക് ഇങ്ങനെ കുനിക്കാൻ പാടില്ല. കുനിക്കുമ്പോൾ ഇവിടെ രണ്ടും കട്ട് കഴിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ അതൊന്നും എനിക്കില്ല, പെരുപ്പും മാറി. ദൈവം എനിക്ക് സൗഖ്യം തന്നു. സ്തോത്രം. യേശു ജീവനോടെ ഉണ്ട്. ഹല്ലേലൂയ. യേശു മരിച്ച് കല്ലറ കിടക്കുകയല്ല, വിളിക്കുന്നവരുടെ അടുക്കൽ ഇപ്പോഴും വരുന്നു. ഒന്ന് തല കുനിക്കെ ഉയർത്തൊക്കെ ഒന്നിച്ച് എനിക്ക് എന്തുവാ ഒരു പ്രശ്നം ഇല്ല എൻ്റെ ജീവിതത്തിൽ. കരമടിച്ച് കർത്താവിനെ സ്തുതി. എത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളാണ്, എത്ര ബലപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, യേശുവാകുന്ന പ്രകാശം അഥവാ കർത്താവിൻ്റെ മുഖത്തെ പ്രകാശം നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ എത്ര വലിയ തകർച്ചയാണെങ്കിലും എത്ര വലിയ പ്രതികൂലമാണെങ്കിലും അതിൽ നിന്ന് വിടുതൽ ഉറപ്പാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവിടുന്ന് ചെയ്ത
ഇന്ന് വളരെ പ്രയാസത്തോടെ ഞങ്ങളെ കേൾക്കുന്ന അനേകരുണ്ട്. എൻ്റെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇന്ന് വളരെ നിരാശയോടെ ഭാരത്തോടെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ മുഖത്തെ പ്രകാശം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. അവരുടെ ഭവനത്തിലെ എല്ലാ അന്ധതയും മാറട്ടെ, അന്ധകാരവും മാറട്ടെ. അത്ഭുതകരമായ വഴികളും വാതിലുകളും തുറക്കട്ടെ. നരകം പിടിച്ച ഭവനമെന്ന് പറഞ്ഞവരുടെ ഭവനം ഒരു സ്വർഗീയ ഭവനമായിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കുമെന്നുള്ള ആ വചനം പോലെ ഇവരുടെ ഭവനമായിത്തീരട്ടെ. അപ്പോൾ തന്നെ ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തളർന്നിരിക്കുന്ന അവയവങ്ങളിൽ ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ ജീവൻ ശരീരങ്ങളിൽ വ്യാപരിക്കുമ്പോൾ എല്ലാവിധമായ പ്രയാസങ്ങളും ഇപ്പോൾ തന്നെ മാറട്ടെ. മരിച്ചിരിക്കുന്ന അവയവങ്ങൾക്ക് ജീവൻ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. നടക്കാൻ മേലാത്തവർ നടക്കട്ടെ. കൈ ഉയർത്താൻ മേലാത്തവർ കൈ ഉയർത്തട്ടെ. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം ഓരോരുത്തരും തൊടുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതൽ ഇപ്പോൾ തന്നെ നൽകുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഉറപ്പായിട്ട് പറയാം, കർത്താവിൻ്റെ മുഖത്തെ പ്രകാശം നിങ്ങളുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണുന്ന ദിവസങ്ങളാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. हाथ उठाकर करते हैं तेरे